ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരനരായ സത്യാന്വേഷികളെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനു വേണ്ടി നാം സംഘടിപ്പിച്ചിട്ടുള്ള മുഖാമുഖം പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുവാനുള്ള കാരണം അള്ളാഹു നിശ്ചയിച്ച ലോക നിയമങ്ങളെയും മൂല്യവ്യവസ്ഥകളെയും ആശയാദർശങ്ങൾക്കുമേൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഖുറാഫാത്തുകളുടെയും മാമൂലുകളുടെയും മാറാപ്പുകളെ അവതരിപ്പിക്കുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വച്ഛതയുള്ള വിശ്വാസത്തിനുമേൽ തിന്മയെ കുടിയിരുത്തുകയും ഇസ്ലാമിന്റെ ആദർശ സന്ദേശങ്ങളെ വികലമായി അവതരിപ്പിക്കുകയും വക്രീകരിച്ച് ചിത്രീകരിക്കുകയും ചെയ്ത് ശരിയായ ഇസ്ലാമിന്റെ നന്മയുടെ സ്വർഗ വഴിയിൽ നിന്ന് പാമരരായ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ആത്മീയമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് ഇസ്ലാം അതിശക്തമായ ധാരണ നമുക്ക് നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, പാതിരി പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അവരെ ആത്മീയമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവർ ഉണ്ടാകുമെന്നും അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുമെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഇസ്ലാമിന്റെ അതിശക്തമായ താക്കീതിനെ നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരം മുഖാമുഖങ്ങൾ വർഷങ്ങളായി നാം നടത്തുന്ന ഒരു പ്രബോധന രീതിയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു നൽകി നൂറ്റാണ്ടുകാലമായി സമൂഹത്തിൽ നാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമാണ് മുഖാമുഖം. പണ്ഡിതന്മാരോട് നേർക്കുനേരെ സംശയ നിവാരണം നടത്താനും അവരവരുടെ വിശ്വാസ രംഗത്ത് സംഭവിക്കുന്ന പുഴുക്കുത്തുകളെ പരിശോധിക്കുവാനും ഏറ്റവും ശരിയായ വിശ്വാസത്തിലേക്ക് വഴി നടക്കുവാനും ഉതകുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ജനകീയമായ ഒരു പ്രബോധന സംരംഭമാണ്. ഒരു കടയിൽ കയറി ഒരു പേന വാങ്ങുമ്പോൾ പോലും അതിന് പണം കൊടുക്കുന്നതിന് മുമ്പ് കടലാസിൽ വരഞ്ഞു നോക്കി നന്നായി തെളിയുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഒരു 5 രൂപ പോലും നാം കൊടുക്കാറുള്ളത്. മരണാനന്തരം നമ്മുടെ ജീവിതത്തിൽ സ്വർഗനരകങ്ങളെ തീരുമാനിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ആദർശമെന്ന് പറയുന്നത്. ആ ആദർശത്തിന്റെ വിഷയത്തിൽ വിശ്വാസി സമൂഹം, മുസ്ലിം സമുദായം 73 കഷ്ണങ്ങളായി വേർപ്പെടുകയും 72 നരകത്തിൽ ആപതിക്കുകയും ചെയ്യുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി പഠിപ്പിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തിലെ സ്വർഗത്തിന്റെ വിഷയമെന്നുള്ള നിലയ്ക്ക് എത്ര ഗൗരവത്തോടുകൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും ആദർശത്തിന്റെ വിഷയത്തെ നാം പരിഗണിക്കേണ്ടത് എന്നത് നാം പരിഗണിക്കുമ്പോഴാണ് ഇത്തരം മുഖാമുഖങ്ങൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത്. പലപ്പോഴും ചീമുട്ടയെറിഞ്ഞ് കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച് പണ്ഡിതന്മാരെ, പാവപ്പെട്ട ഉലമാക്കളെ വേദനിപ്പിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഈ മൗലികമായ അവകാശം വകവെച്ചു നൽകുന്ന ഇവിടുത്തെ നിയമപാലകരും നിയമപാലന സംവിധാനങ്ങളും കാവൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ളത്.
ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളിലും ഖുറാഫാത്തുകളിലും തളച്ചിടപ്പെട്ടിരുന്ന ഒരു ജനതയെ ശരിയുടെ നന്മയുടെ സിറാത്തിന്റെ വഴികളിലേക്ക് ക്ഷണിക്കുവാൻ ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും ഇത് നിർവഹിക്കുവാനുള്ള കാരണം. പലപ്പോഴും മനസ്സിൽ ചില ചിന്തയുള്ള ആളുകളുണ്ടാകും. ഈ ഫാഷിസത്തിന്റെ കാലഘട്ടത്തിൽ, ഇത്രയേറെ പ്രതിസന്ധി മുസ്ലിം സമുദായം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ, സമുദായ മക്കൾ ഒരുമിച്ചു നിൽക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഴുപ്പലക്കലുകളും ഇത്തരത്തിലുള്ള പ്രഭാഷണ പ്രോഗ്രാമുകളും ഖണ്ഡനമണ്ഡനങ്ങളും അതേപോലെ തന്നെ മുഖാമുഖങ്ങളും ഒക്കെ നടത്തി സമുദായത്തിൽ അനൈക്യം സൃഷ്ടിക്കുന്നത് എന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പോകുന്നുവെങ്കിൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരൊക്കെ ഇരമ്പി വന്നാലും, ഒരു ജിനോസൈഡിന് വേണ്ടി, വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ഒരു സമുദായത്തെ ആരൊക്കെ വേട്ടയാടിയാലും അവരിൽ നിന്നൊക്കെ ആകാശലോകത്തിൽ നിന്നുള്ള സഹായം വിശ്വാസി സമൂഹത്തിന് ഇറങ്ങണമെങ്കിൽ ആദർശത്തിൽ സത്യസന്ധതയും വിശ്വാസത്തിൽ തെളിമയുമുള്ള ഒരു ജനവിഭാഗത്തിന് മാത്രമേ അള്ളാഹുവിന്റെ വാനലോകത്തിൽ നിന്നുള്ള സഹായം വന്നു കിട്ടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ജാറവിശ്വാസത്തിൽ നിന്നും, മക്ബറ വിശ്വാസങ്ങളിൽ നിന്നും, ദർഗവിശ്വാസങ്ങളിൽ നിന്നും, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും മാറി നിന്ന് പടച്ചവനെ പടച്ചുപോറ്റുന്ന സൃഷ്ടാവിനെ ആരാധിച്ച് സ്വച്ഛതയുള്ള ഒരു വിശ്വാസത്തിലേക്ക് വഴി നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതൊരു കാലഘട്ടത്തിലും ദൈവികമായ സഹായം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആദർശത്തിലും വിശ്വാസത്തിലും സത്യസന്ധത പുലർത്തിയവർക്ക് മാത്രമുള്ള അള്ളാഹുവിന്റെ സഹായമാണ്. നാട്ടിവെച്ചതും കിടത്തിവെച്ചതിനെയും ആരാധിക്കുന്നതിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിയാത്ത വിധത്തിൽ ഒരു സമുദായത്തിന്റെ വിശ്വാസത്തിൽ പുഴുക്കുത്തു ബാധിക്കുമ്പോൾ സ്വാഭാവികമായും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഈ സമുദായത്തോട് സ്നേഹമുള്ള, അവരുടെ പരലോക നേട്ടം ആഗ്രഹിക്കുന്ന, നന്മയോട് പ്രതിബദ്ധതയും തിന്മയോട് പ്രതിഷേധവുമുള്ള ഏതൊരു സഹോദരനെയും കത്തിജ്വലിക്കുന്ന കത്തി അമരുന്ന ഒരു ബിൽഡിംഗിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ ആവേശം മരണാനന്തര ജീവിതത്തിലെ ശാശ്വതമായ നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളവും അതിനോടനുബന്ധിച്ചുള്ള സമസൃഷ്ടി സ്നേഹവുമാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. സമുദായത്തിലെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് ഇഷ്ടമാണ്, അവരോടുള്ള ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള പഠന സെഷനുകൾ ധൈര്യപൂർവ്വം സദസ്സിന്റെ മുൻനിരയിലേക്ക് കടന്നു വരാനും അവരവരുടെ വിശ്വാസ രംഗത്ത് സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സംശയ നിവാരണം നടത്തി അതിൽ നിന്ന് പഠിച്ച് കൃത്യമായി പ്രമാണബദ്ധമായ ഒരു ആദർശത്തെ രൂപീകരിക്കാൻ ഇത്തരം പ്രോഗ്രാമുകൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രബോധക സംഘം, വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഐതിഹാസികമായ ഒരു യുവജന സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ ചരിത്രം രചിച്ചുകൊണ്ട് നടക്കാനിരിക്കുന്നത്. സമൂഹത്തിലെ 20 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ള യുവതി യുവാക്കളെ വിളിച്ചു ചേർത്ത് യുവത്വത്തിന്റെ ധർമ്മത്തെ നിർവചിക്കുകയും യുവത്വത്തിന്റെ കടപ്പാടുകളെയും കടമകളെയും ഓർമ്മപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ ദിശാബോധം നിർണയിക്കുകയും ചെയ്യുന്ന കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് യുവജന സമ്മേളനം എന്ന് പറയുന്നത്. പലപ്പോഴും യുവസമൂഹത്തിന്റെ ധാർമ്മിക വിപ്ലവത്തെയും കർമ്മവീര്യത്തെയും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ലോബികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ ഭരണത്തിന്റെ ആ ഭരണപരമായ ക്രമക്കേടുകളെ മറച്ചുവെക്കാൻ യുവാക്കളെ വിനിയോഗിക്കുകയും തെരുവിലിറക്കുകയും സിന്ദാബാദ് വിളിക്കുകയും യുവധർമ്മത്തെ അവരുടെ കർമ്മനിർവഹണത്തിന് ശേഷം കള്ളും പെണ്ണും വെച്ച് നീട്ടിക്കൊടുത്ത് അവരവരുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു യുവ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിന്റെ നട്ടല്ലായ യുവാക്കളെ വളരെ മോശമായ രൂപത്തിൽ വിനിയോഗിക്കുന്നിടത്ത് യുവാക്കളുടെ ധർമ്മം എന്താണ് എന്നത് കൃത്യമായി നിർവചിക്കപ്പെടുന്ന പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി മാസത്തിൽ നടക്കാനിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ കമ്പനികളും കുത്തക കമ്പനികളും
അവരവരുടെ കമ്പനി ലാഭങ്ങൾക്ക് വേണ്ടി യുവകർമ്മങ്ങളെയും അവരുടെ വീര്യങ്ങളെയും പിഴിഞ്ഞെടുത്ത് ദുരുപയോഗം ചെയ്യുമ്പോൾ, അവരെ ലഹരിയുടെ ലോകത്ത് അടിച്ചമർത്തിയിടുമ്പോൾ, അവർക്ക് പെണ്ണുവെച്ച് നീട്ടിക്കൊടുത്ത് വശീകരിച്ച് പ്രലോഭിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കാലഘട്ടത്തിൽ യുവാക്കൾക്ക് നിർവഹിക്കാൻ ഈ രാജ്യത്തോട്, ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ, ഈ രാജ്യത്തിന്റെ സമാധാനപരമായ മുന്നോട്ടുള്ള ഗമനത്തിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി യുവാക്കൾക്ക് എന്താണ് നിർവഹിക്കാനുള്ളത് എന്ന കൃത്യമായ കാഴ്ചപ്പാടിനെ രൂപീകരിച്ചു കൊടുക്കുന്ന യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയ സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി മാസത്തിൽ 10-11 തീയതികളിൽ നടക്കാനിരിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നമ്മൾ നടത്തി വന്നിട്ടുണ്ട്. ആ നടത്തിവരുന്ന പ്രോഗ്രാമുകൾ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പരലോക നന്മ മുന്നിൽ കണ്ടുകൊണ്ടും മരിച്ചു വീഴുമ്പോൾ അവർക്ക് സ്വർഗം കിട്ടണേ എന്ന ഉദാത്തവും ഉത്കൃഷ്ടവുമായ ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിലും മണ്ഡലങ്ങളിലുമായി 100 കണക്കിന് ആദർശ സമ്മേളനങ്ങളും തസ്ബിയ സംഗമങ്ങളും നമ്മൾ നടത്തുകയുണ്ടായി. ഇതുവരെ ഇസ്ലാഹിന്റെ വെളിച്ചം വന്നെത്തിയിട്ടില്ലാത്ത പുതിയ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാഹിന്റെ വെളിച്ചം ആദർശപരമായി കറകളഞ്ഞ ഒരു വിശുദ്ധമായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഈ കാലഘട്ടം അത്രയും ഈ ഒരു ധർമ്മം നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഹദീസ് സെമിനാറുകൾ. ജനങ്ങളെ ഹദീസിനോട് വളരെ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയും നിഷേധാത്മക പ്രവണതകൾ വളർത്തുകയും ഹദീസ് നിഷേധത്തെ തന്റെ ട്രെൻഡായി പ്രബോധനത്തിന്റെ രീതിയായി ഇതുപോലെ സ്റ്റേജ് വെച്ച് കെട്ടി അഷ്റഫുൽ ഖൽഖിന്റെ വാനലോകത്ത് നിന്ന് വന്നു കിട്ടിയ തിരുമൊഴികളെ വികലമായി അവതരിപ്പിച്ച് പരിഹസിച്ച് പല്ലൊളിച്ച് ചില സംഘങ്ങൾ ഇസ്ലാഹി പ്രബോധനത്തിന്റെ പേരിൽ തെരുവിലൂടെ കേരളത്തിലൂടെ പല വേദികളിലൂടെയും അലഞ്ഞു നടക്കുമ്പോൾ അവരുണ്ടാക്കുന്ന വിശ്വാസ രംഗത്തെ പരിക്കിനെ പരിഹരിച്ചുകൊണ്ടാണ് ഹദീസ് സമ്മേളനങ്ങൾ മാഷാ അല്ലാഹ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ശേഷം മുഖാമുഖം എന്ന് പറയുന്ന വൈജ്ഞാനികമായ ഈ പ്രോഗ്രാമിന് ശേഷം ജനുവരി 14-ന് ഇരിക്കൂർ പ്രദേശത്ത് വെച്ച് ജില്ലാ പ്രാധാന്യമുള്ള ഹദീസ് സെമിനാർ ഇൻഷാ അല്ലാഹ് നമുക്ക് നടക്കാനിരിക്കുകയാണ്. കേരള പരിസരങ്ങളിൽ വിമർശന വിധേയമായ മുജാഹിദ് സദസ്സുകളിൽ ജനങ്ങളെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഹദീസുകളുടെ നിജസ്ഥിതികളെ സംശയ നിവാരണത്തിനും പാനൽ ഡിസ്കഷനും അനുവാദവും അവസരവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഓരോ ഹദീസ് സെമിനാറുകളും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടന്നതുപോലെ കണ്ണൂർ ജില്ലയിലും ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ടേബിൾ ടോക്കും ടോക്ക് ഷോ എന്ന് പറയുന്ന 2 പ്രോഗ്രാമുകൾ. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലഹരിയുടെ ലോകത്ത് അതിൽ അകപ്പെട്ടു പോയ ഒരു തലമുറയെ, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ ഒരു തലമുറയെ അവരുടെ ജീവിതത്തിന്റെ തെളിമയിലേക്ക്, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക്, സാമ്പത്തികമായ കെട്ടുറപ്പിലേക്ക്, സാമൂഹികമായ ബാധ്യതകളിലേക്ക് തലമുറകളെ ഈ പറയുന്ന ലഹരിയുടെ ലോകത്തിൽ നിന്ന് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് സ്നേഹത്തോടുകൂടി അവരുമായി സംവദിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ കേരളത്തിന്റെ വിവിധ ദിക്കുകളിലെ, വിവിധ പ്രദേശങ്ങളിലെ, നഗരങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാവപ്പെട്ട പല യുവാക്കൾക്കും ഇന്ന് തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ യുവസമൂഹത്തിന് തൊഴിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാനുള്ള സൗകര്യങ്ങൾ വിസ്ഡം യൂത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിയന്തര സഹായം ആവശ്യമുള്ള പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാഥമിക ശുശ്രൂഷകൾക്ക് വളരെ അടിയന്തരമായി ഇടപെടാനുള്ള കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് ട്രോമ കെയർ പോലെയുള്ള അതിന്റെ സംരംഭങ്ങൾ, നമ്മൾ അതിന്റെ പരിശീലനങ്ങൾ സമൂഹത്തിൽ നടത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ സൗജന്യമായി രോഗനിർണയം നടത്താനും അതിനുള്ള ചികിത്സ നിർവചിച്ചു കൊടുക്കുവാനുമുള്ള നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകൾ കാഴ്ച പരിമിതരായി ഇരുട്ടിന്റെ ലോകത്ത് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കാതെ പരീക്ഷിക്കപ്പെടുന്ന കാഴ്ച പരിമിതർക്ക് വേണ്ടി നാം നടത്തുന്ന എൻവിഷൻ പോലെയുള്ള ജില്ലാ സംഗമങ്ങൾ, അതേപോലെ തന്നെ സമൂഹ ശ്രേണിയിലെ ഉന്നത ജീവിത നിലവാരം പുലർത്തുന്ന പ്രൊഫഷണലുകളെ കുടുംബസമേതം വിളിച്ച് അവരുടെ കുടുംബ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന കണ്ണീരിനും കഥനഭാരത്തിനും കയ്പുനീരിനും പരിഹാരം നിർവചിച്ചു കൊടുത്തുകൊണ്ട് പ്രൊഫഷണൽ സമൂഹത്തിന് അവർക്ക് വെളിച്ചം പകരുന്ന പ്രൊഫൈസ് ഈ
കാലയളവിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവ പ്രോഗ്രാമുകളാണ്. സമൂഹത്തിൽ ലിബറലിസം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറ പരസ്യമായി അശ്ലീലതകളിലും ആഭാസതരങ്ങളിലും തെരുവുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലജ്ജ നഷ്ടപ്പെട്ട ഒരു തലമുറയെ ദിശാബോധം നിർണയിച്ചു കൊടുക്കുന്ന അധ്യാപക സമൂഹത്തിന് ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജന ഉപകാരപ്രദമായ പ്രോഗ്രാമുകളുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ മുഖാമുഖങ്ങൾക്ക് കേരളം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സാക്ഷികളായിട്ടുണ്ട്. 3 വർഷം കൊറോണയുടെ കെടുതിയിൽ പ്രയാസപ്പെട്ട് വീട്ടിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ സമയത്ത് മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണേ എന്ന അങ്ങേയറ്റത്തെ നിർലോഭവും നിഷ്കളങ്കവും നിഷ്കപടവുമായ സ്നേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള മുഖാമുഖ ഓൺലൈൻ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രോഗ്രാമിലേക്ക് സമൂഹത്തിലെ പുരോഹിതരിലെ ഉയർന്ന ഉസ്താദുമാർ അടക്കം വന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും കൂട്ടമായി ഇസ്ലാഹിന്റെ വെളിച്ചത്തിലേക്ക് കുടുംബസമേതം ഒരു മുഖാമുഖത്തിന്റെ പിന്നോടിയായി ജനങ്ങൾ കടന്നു വരുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഏതൊരു മുഖാമുഖത്തിനുമുള്ളത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രോഗ്രാമിനെ അടുത്തു നിന്നും അകലിൽ നിന്നും വീക്ഷിക്കുന്ന മുഴുവൻ സത്യാന്വേഷികളോടും സധൈര്യം ഈ സദസ്സിലേക്ക് കടന്നു വരാനും നമുക്ക് ഉള്ള സംശയങ്ങൾക്ക് നിവാരണം കണ്ടെത്താനും ഈ സംരംഭത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ശക്തമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചുറപ്പ് നൽകിയ ഈ തലച്ചോറിന് ആർക്കു മുന്നിലും പണയം വെച്ചിട്ടില്ല എങ്കിൽ, ഒരു പൗരോഹിത്യത്തിന്റെയും വിദണ്ഡവാദങ്ങൾക്കും അവരുടെ ഭീഷണികൾക്ക് മുന്നിലും പതറിപ്പോയിട്ടില്ല എങ്കിൽ കടന്നു വന്ന് ധൈര്യസമേതം നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസരംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഈ മുഖാമുഖത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹബുദ്ധിയ സഹോദരന്മാരോടും സഹോദരികളോടും ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഈ പുണ്യ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ ആദ്യ അവസാനം വരെ പ്രാർത്ഥനയോടെ സഹായ മനസ്കതയോടുകൂടി ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു ഇത്തരം ദൗത്യം നിർവഹിക്കുന്നിടത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചു മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനലക്ഷങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഇത്തരം പ്രോഗ്രാമുകളെ ഏറ്റെടുക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അമ്പിയാക്കളുടെ ധർമ്മനിർവഹണത്തിൽ നിന്ന് ഒരു പങ്ക് ഇത്തരം സുഹൃതങ്ങളിലൂടെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.